തെലങ്കാന ടണൽ ദുരന്തത്തിൽ കുടുങ്ങിക്കിടക്കുന്ന 8 തൊഴിലാളികൾക്കായുള്ള രക്ഷാദൌത്യം പുരോഗമിക്കുന്നു. ബോറിംഗ് യന്ത്രം മുറിച്ചു നീക്കാൻ ശ്രമം. രക്ഷാദൌത്യത്തിൽ അടുത്ത 48 മണിക്കൂർ നിർണായകം. നാഷണൽ ഡെസ്കിൽ നിന്ന് അനുപമയുണ്ട്. അനുപമ, വിവരങ്ങൾ. ഈ നാഗർകുർണൂരിലുണ്ടായ ഫെബ്രുവരി 22-നുണ്ടായ ടണൽ ദുരന്തവുമായി ബന്ധപ്പെട്ട 8 പേരാണ് ഇപ്പോഴും ടണലിൽ കുടുങ്ങിക്കിടക്കുന്നത്. ഏകദേശം 7 ദിവസമായി ഇവർ ഈ ടണലിൽ ചെളിയും മറ്റു മണ്ണും അടിഞ്ഞുള്ള ഒരു ടണലിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇവരുടെ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ അടുത്ത 48 മണിക്കൂറുകളിലേക്ക് കടക്കുന്നുവെന്നാണ് രക്ഷാപ്രവർത്തകർ അറിയിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ 7 ദിവസങ്ങളിലായിട്ട് കരനാവിക സേനകളുടെയും മറ്റ് NDRF അടക്കമുള്ള ദേശീയ ദുരന്ത നിവാരണ സേനകളും മറ്റ് സംസ്ഥാന ദുരന്ത നിവാരണ സേനകളടക്കം ഒരു വലിയ സംഘമാണ് വിവിധ സംസ്ഥാനങ്ങൾക്ക് തെലങ്കാനയ്ക്ക് അകത്തും പുറത്തു നിന്നുള്ള ഏകദേശം 800 പേർ അടങ്ങുന്ന ഒരു വലിയ ദൗത്യ സംഘമാണ് ഇവിടെ രക്ഷാപ്രവർത്തനത്തിനായി ഇക്കഴിഞ്ഞ ദിവസങ്ങളായി ശ്രമിച്ചു വരുന്നത്. അപ്പോഴും ഈ രക്ഷപ്പെടുത്താൻ അവശേഷിക്കുന്ന ഈ ടണലിൽ കുടുങ്ങിക്കിടക്കുന്ന 8 പേരുള്ള അവരെ എങ്ങനെ രക്ഷപ്പെടുത്തണം എന്നുള്ളതിൽ വിവിധമായിട്ടുള്ള തടസ്സങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട തടസ്സം എന്ന് പറയുന്നത് ഈ മിനിറ്റുകൾക്കുള്ളിൽ ഈ ടണലിലേക്ക് ഇറച്ചെത്തുന്ന ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം കൂടിക്കൊണ്ടുവരുന്നത്. ഏകദേശം 3000 മുതൽ 5000 ലിറ്റർ വരെയാണ് മിനിറ്റുകൾക്കുള്ളിൽ ഈ ടണലിലേക്ക് വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചോർച്ച മൂലം ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇതൊരു വലിയ രീതിയിലൊരു ചെളി വെള്ളക്കെട്ടൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഏറ്റവും വലിയൊരു തടസ്സം. ആ വെള്ളക്കെട്ട് നീക്കാൻ ഇന്നലെ പുലർച്ചയോടെ തന്നെ കഴിഞ്ഞിരുന്നു രക്ഷാ സംഘത്തിന്. ഇനി അവശേഷിപ്പിക്കുന്ന ഒരു 2 പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് ഈ ബോറിംഗ് മെഷീൻ ഈ കുടുങ്ങിക്കിടക്കുന്നവർക്കും രക്ഷാപ്രവർത്തകർക്കും മധ്യത്തിലൊരു തടസ്സമായി നിൽക്കുന്നുണ്ട്. ഈ ബോറിംഗ് മെഷീൻ ഇന്ന് മുറിച്ച് നീക്കാനുള്ള ഒരു ശ്രമമാണ് നടത്താൻ പോകുന്നത്. അതുപോലെ തന്നെ അവശേഷിക്കുന്ന ചെളിയും മണ്ണുമെല്ലാം ഇപ്പോൾ കേടായി കിടക്കുന്ന ഒരു കൺവെയർ ബെൽറ്റ് നന്നാക്കുകയും അതുവഴി അകത്തേക്കും പുറത്തേക്കുമായി ഈ ചെളിയും മറ്റ് അവശിഷ്ടങ്ങളും നീക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ഒരു രക്ഷാ ദൗത്യ സംഘത്തിന് കുടുങ്ങിക്കിടക്കുന്നവരിലേക്ക് എത്താമെന്നുള്ളൊരു കണക്കുകൂട്ടലാണ് നടക്കുന്നത്. അപ്പോഴും ഈ 8 ദിവസത്തിനിപ്പുറവും കുടുങ്ങിക്കിടക്കുന്നവർ നൽകിയത്.